നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള ഒരു ചാത്തൻചിറ എന്ന പേരുള്ളൊരു ചിറയുണ്ട്. അപ്പോൾ അവിടേക്കാണ് യാത്ര. ഞാനും വൈഫും പിള്ളേരും കൂടിയിട്ടാണ് പോകുന്നത്. വടക്കാഞ്ചേരിയിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ദൂരം അങ്ങോട്ടുണ്ട്. വടക്കാഞ്ചേരിയിൽ നിന്ന് വരുമ്പോൾ കുന്നംകുളം റോഡിലേക്ക് തിരിഞ്ഞ് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വലതുവശത്തേക്ക്, ആ സ്റ്റോപ്പിൻ്റെ പേര് ഒന്നാം കല്ലിൽ നിന്ന് വലതുവശത്തേക്ക്, അവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാലാണ് ഈ ചാത്തൻചിറ ഡാം വരുന്നത്. ഞാൻ ഈ ഷോർട്ട് കട്ട് എന്നുള്ള വഴിയിൽ, ഈ ചെറിയ വഴികളിലൂടെ ഞാൻ പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സ്കൂട്ടറിലാണ് പോകുന്നത്. ഇതുവഴി ഓട്ടോറിക്ഷ, സ്കൂട്ടർ അങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ പോവുള്ളൂ. നമുക്ക് മെയിൻ റോഡ് വഴി പോകാം. വടക്കാഞ്ചേരിയിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററൊക്കെ എത്തുമ്പോഴാണ് ഈ ഒന്നാം കല്ല് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒന്നാം കല്ല് വഴിക്ക് തിരിഞ്ഞു. മോനാണ് ട്രൈപോഡ് പിടിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നതിൻ്റെ ചെറിയൊരു ഷെയ്ക്കൊക്കെ ഉണ്ട് വീഡിയോയ്ക്ക്. എല്ലാവരും സദയം ക്ഷമിക്കുക. ഇപ്പോൾ നമ്മൾ കൊടുമ്പ് റോഡിലേക്ക് നമ്മൾ കയറി. ഇനി ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, ഏകദേശം ഒരു 1/2 കിലോമീറ്ററിനുള്ളിൽ നമ്മളവിടെ എത്തും. നമ്മൾ അവിടെ എത്തി. ഇതാണ് ഞാൻ പറഞ്ഞ ചാത്തൻചിറ. ഇപ്പോൾ ഈ മഴ പെയ്തിരിക്കുന്ന കാരണം ചെറിയ തോതിൽ, വലിയ തോതിലല്ലെങ്കിൽ ചെറിയ തോതിലാണ് ഇപ്പോൾ വെള്ളം വീഴുന്നത്. ഇത് കാണാനാണ് കൂടുതൽ ഭംഗി. ഒരുപാട് വെള്ളം വരുമ്പോൾ അതിനുള്ളൊരു ഭംഗി നഷ്ടപ്പെടും. ഈ വെള്ളം വളരെ ഈ കനം കുറഞ്ഞിരിക്കുന്ന സമയത്ത് കാണാനാണ് കൂടുതൽ ഭംഗി. നേരെ മറിച്ച് കൂടുതൽ വെള്ളം വരുമ്പോൾ അതിനൊരു ഭംഗി കിട്ടില്ല. പിന്നെ അതുമാത്രമല്ല, കുറേ പേര് കുളിക്കാനൊക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. കൂടുതൽ പേരും വൈകുന്നേരങ്ങളിൽ ഇവിടെ വരും. കാരണം നല്ല ഭംഗിയാണ് കാണാനായിട്ട് വൈകുന്നേര സമയത്ത്. അതേപോലെ തന്നെ രാവിലെയും നല്ല രസമായിരിക്കും കാണാനായിട്ട്. പ്രധാനമായിട്ട് ഈ വെള്ളം ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ വെള്ളം. അതുമാത്രമല്ല, ഈ ഇതിന് ചുറ്റും കാടാണ്. അത് പൂങ്ങോട് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ കാട് വരുന്നത്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇതേപോലെ വന്നിരുന്നു. അന്ന് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതും ഇതേപോലെ തന്നെ. പക്ഷെ ഇത്രയ്ക്കും വെള്ളം ഉണ്ടായിരുന്നില്ല. ചെറിയ രീതിയിൽ മാത്രമേ വെള്ളം വീഴുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ നല്ലൊരു മഴയൊക്കെ വന്നതിന് ശേഷം വരാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് പ്രാവശ്യമാണ് നടന്നത്. ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. അതിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല താഴ്ചയുണ്ട്. അപ്പോൾ അതിൽ ഇറങ്ങാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ താഴെ വരുന്ന ഭാഗത്ത്, കാരണം എന്താ പറഞ്ഞാൽ മുട്ടിന് താഴെ മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ ഈ സ്റ്റാർട്ടിങ്ങിൽ. അവിടെയൊക്കെ നമ്മുടെ കൈ പിടിച്ചിട്ട് അവരിങ്ങനെ ഇറങ്ങി നിൽക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ ആൾക്കാണ് കൂടുതൽ ത്രില്ല്.
അവൻ കുറേ നാളായി പറയുന്നു. വൈഫ് ഡാൻസ് ക്ലാസ് എടുക്കുന്നതും അതിനോട് അടുത്ത് തന്നെയാണ്. അവിടെ നിന്നൊരു വരുന്ന വഴിയിൽ തന്നെയായിരുന്നു ഡാൻസ് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ തവണയും ഒരു തവണ അത് കഴിഞ്ഞ വർഷം വന്നതിന് ശേഷം ക്ലാസ്സിന് വരുന്ന സമയത്തൊക്കെ അവൻ പറയും അങ്ങോട്ട് പോകുക എന്നുള്ളതൊക്കെ. ഈ ചാത്തൻചിറ വരുന്നത് പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്. കുറച്ച് കുട്ടികളൊക്കെ കുളിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ അത് മാത്രമല്ല, ഇതിന് കുറച്ചുകൂടി അങ്ങോട്ട് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നിറയെ പാറകളൊക്കെ, ചെറിയൊരു പാറപ്പുറം അത്ര തന്നെ. നല്ല ഭംഗിയില്ല ആടുകൾ പോകുന്ന കാണാൻ. ഇവിടെയൊക്കെ അക്കേഷ്യയാണ് നട്ടിരിക്കുന്നത് ഈ മൊത്തം ഈ ഏരിയയിലൊക്കെ. ഇപ്പം മഴ പെയ്തതിന് ശേഷം നിറയെ പുല്ല് വളർന്നിട്ടൊക്കെ, എന്നാലും കാണാൻ നല്ല ഭംഗിയാണ്. വഴുക്കലൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. ഒരു പ്രത്യേക ഫീലാണ് ഈ ഭാഗത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളം വീഴുന്ന ചെറിയ ശബ്ദം കേൾക്കുകയും ചെയ്യാം. പിന്നെ ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു സുഖമാണ്. ഞങ്ങളാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാനും വൈകി. ഏകദേശം ഒരു 6 മണി ആവാറായി ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ. അപ്പോൾ പിന്നെ അധികം നേരം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. നമ്മൾ കുറച്ച് ഒരു 10-15 മിനിറ്റ് നിന്നതിന് ശേഷം ഞങ്ങളങ്ങനെ തിരിച്ചു പോരുകയും ചെയ്തു അവിടുന്ന്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് നോക്കി നോക്കുക. എന്തായാലും കുറച്ച് നേരം നമുക്ക് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്.